ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ നല്ല കിടിലം ബീഫ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയും സ്പൈസി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഈ ഒരു ബീഫ് റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയെല്ലാം നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഒരുപാട് മസാലയൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നല്ല ബീഫ് മസാല റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 1 kg ബീഫ് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 kgക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 3 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ഗരം മസാല, മീറ്റ് മസാല ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് കൂടെ തന്നെ മെയിനായിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബീഫ് നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുത്ത ബീഫ് ഒരു 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ടൈമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജീസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സവാള, അതുപോലെ തന്നെ എരിവിനാവശ്യമുള്ള 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 to 8 വിസിൽ നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 8 വിസിലിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായി കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു ബീഫിനെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മസാലയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ വേറൊരു പാന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നാടൻ സ്റ്റൈലായതുകൊണ്ട് തന്നെ ഓയിലിന് പകരം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ചെറിയ പീസ് പട്ട, പിന്നെ 3-4 ഏലക്ക, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂ. അതിനുശേഷം നമുക്ക് ഒരു 2 സവാള കൂടി നല്ല കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പും ക്രഷ് ചെയ്ത ജിഞ്ചർ ഗാർലിക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ഇത്തിരി മീറ്റ് മസാല അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് കൂടെ തന്നെ ഒരു 2 ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഒന്നും കൂടി നന്നായിട്ട് വേഗം തന്നെ സോട്ടായിട്ട് കിട്ടും. ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നന്നായി സോട്ടായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കീ ഇൻഗ്രീഡിയൻ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ ബീഫ് മസാല കുറച്ചുകൂടി ടേസ്റ്റി ആക്കുന്നത് നമ്മൾ ഈ ഒരു വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ വറ്റൽമുളക് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം സ്പൈസി ഇഷ്ടമാണ് അപ്പോൾ അത്രത്തോളം വറ്റൽമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ച ബീഫില്ലേ, ആ ബീഫ് നമ്മൾ ഈ ഗ്രേവി അടക്കം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവി അടക്കം നമ്മൾ മിക്സ് ചെയ്യാൻ കാരണം എന്നാലേ നമുക്ക് ഈ മസാല കുറച്ചും കൂടി ഒരു സെമി ഗ്രേവി ടൈപ്പിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ സെമി ഗ്രേവി ടൈപ്പിലുള്ള മസാല നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം പെർഫെക്റ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ബീഫും മസാലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മളെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രഷ് ചെയ്തിട്ട് പെപ്പർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ ഹോൾ പെപ്പർ ക്രഷ് ചെയ്തതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബീഫ് മസാല നല്ല സ്പൈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്താക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ബീഫ് ബിരിയാണി റെഡിയാക്കുന്ന സമയത്തും ഈ ഒരു മെത്തേഡിൽ മസാല റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.